ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം റമളാൻ കഞ്ഞി അഥവാ നോമ്പ് കഞ്ഞി, മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്ന ഏറ്റവും ശരീരത്തിന് ഹെൽത്തിയായ നോമ്പ് കാലത്ത് കഴിക്കേണ്ട ഒരു കഞ്ഞിയുടെ കൂട്ടാണ്. പാലക്കാട് ഭാഗങ്ങളിലൊക്കെ എല്ലാ പള്ളികളിലും ഇത് വിളമ്പുന്നു. ഇത് കൊണ്ടുപോകാൻ അനവധി ആളുകൾ വരികയും ചെയ്യുന്നു. ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് പറയുന്നത്. 1 കപ്പ് പച്ചരിയോ അല്ലെങ്കിൽ ചെറിയ അരിയോ, ചെറുപയർ 1 കപ്പ്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ചെറിയ ഉള്ളി, പെരുംജീരകം കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പൂവ്, മല്ലിയില പുതിനയില കറിവേപ്പില, ഉപ്പ് നെയ്യ് എണ്ണ. ഇവകളാണ് നമ്മുടെ ഈ മരുന്ന് കഞ്ഞിയിലേക്ക് ആവശ്യമായ സാധനം. ആവശ്യമെങ്കിൽ ഒരൽപ്പം ഇറച്ചിയോ ചിക്കനോ ചെറുതായി കഷ്ണങ്ങളാക്കിയതും ചേർക്കാവുന്നതാണ്. ഇനി തയ്യാറാക്കുന്ന വിധമാണ് പറയുന്നത്. കഴുകി വൃത്തിയാക്കിയ അരിയും പരിപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ നന്നായി വേവിക്കുക. നല്ലപോലെ ഉടഞ്ഞു വരണം. അരി വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ ചേർക്കാം. അരി വെന്ത് കഴിയുമ്പോൾ ചിരകി വെച്ച തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ചേർത്ത് ആവശ്യത്തിന് അഴവ് വരുത്തുക. മറ്റൊരു പാനിൽ നെയ്യ് ചൂടാക്കി ചെറിയ ഉള്ളി, പെരുംജീരകം, മസാലക്കൂട്ടുകൾ എന്നിവ മൂപ്പിച്ച് കഞ്ഞിയിലേക്ക് ഒഴിക്കുക. അവസാനം ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ചൂടോടെ വിളമ്പാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ ചെറുതായി അരിഞ്ഞ് കഞ്ഞിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ചേർക്കാം. ഈ കഞ്ഞി നമ്മൾ തറാവീഹൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കുകയാണ് എങ്കിൽ ശരീരത്തിന് നല്ല ഉന്മേഷവും നല്ല ഊർജവും കിട്ടുന്നതാണ്. ഈ പള്ളിക്കഞ്ഞി നിങ്ങളും ഉണ്ടാക്കി ഉപയോഗിക്കുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.